ഫൗണ്ടറി ഷോപ്പിലാണ് നിൽക്കുന്നത്. ഫൗണ്ടറിയിൽ എന്താണ് നമ്മുടെ ഔട്ട്കം എന്താണ്? പലതരത്തിലുള്ള മോഡലുകൾ കാസ്റ്റ് ചെയ്തിട്ട് എടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ ഫൗണ്ടറി സെക്ഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഉദാഹരണത്തിന് ഇവിടെ ചില മോഡൽസ് കാണിച്ചിട്ടുണ്ട്. ഡംബൽ എല്ലാവർക്കും അറിയാം, വെയിറ്റ് ലിഫ്റ്റിങ്ങിന് ഹെവി നമ്മുടെ എക്സസൈസിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് ഡംബൽ. ഇതൊരു സ്റ്റെപ്പ്ഡ് പുള്ളി സ്പീഡ് റിഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പുള്ളിയുടെ രണ്ട് സ്പ്ലിറ്റ് പാറ്റേൺ ആണത്. പുള്ളിയുടെ പാറ്റേൺ ആണ് ഇത്. സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കിയിട്ട് അതിന് ശേഷം കാസ്റ്റ് മെറ്റലിനെ മോൾട്ടൻ സ്റ്റേജിലാക്കിയിട്ട് ഒഴിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. എങ്ങനെയാണ് ആ പ്രൊസീജിയർ നമുക്ക് പിന്നീട് പഠിക്കാം. അപ്പോൾ ഇതൊരു സ്പ്ലിറ്റ് പാറ്റേൺ ആണ്. സ്റ്റെപ്പ്ഡ് പുള്ളി എന്ന് പറഞ്ഞാൽ സ്പീഡ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പുള്ളിയാണ്. മോട്ടറിൽ പവർ ട്രാൻസ്മിഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു മോഡൽ നമുക്കൊരു ഡംബൽ എങ്ങനെയാണ് അല്ലെങ്കിൽ നമുക്ക് സ്റ്റെപ്പ്ഡ് പുള്ളി എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആണ് ഡംബലായിരിക്കും. അപ്പോൾ ഡംബൽ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം നമുക്കിവിടെ പഠിക്കാം. അപ്പോൾ ഇത് ഡംബലിൻ്റെ ഒരു പാറ്റേൺ ആണ്. ഇത് അതിൻ്റെ സ്പ്ലിറ്റ് പാറ്റേൺ ആണ്. ഈ രണ്ടും കൂടി ചേർന്നാൽ ഡംബലായി. അപ്പോൾ ഇത് ഓരോ പീസും ആദ്യം മോൾഡ് ചെയ്തിട്ട് അതിന് ശേഷം ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ മെറ്റലിനെ മോൾട്ടൺ സ്റ്റേജിലാക്കിയിട്ട് ഒഴിച്ച് ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതെങ്ങനെയാണെന്നുള്ളത് നമുക്കിപ്പോൾ പഠിക്കാം. ഈ സെക്ഷനിൽ നമുക്ക് അത്യാവശ്യം വേണ്ട ടൂൾസുകളെ കുറിച്ചൊന്ന് പരിചയപ്പെടാം. ഇത് റാമർ മണ്ണിനെ മോൾഡിങ് സാൻഡ് അതിനെ ഇടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇതും ഒരു റാമർ തന്നെയാണ്. ഇതെല്ലാവർക്കും അറിയാം, ട്രവൽ മേസൺസ് ഒക്കെ ഉപയോഗിക്കുന്നത്. അത് നമുക്കിവിടെ ഫിനിഷിങ് സ്റ്റേജിലൊക്കെ നമുക്ക് ആവശ്യം വരും. ട്രവൽ. ഇത് ബെല്ലോസ് മോൾഡിങ് ബോക്സിൽ നിന്നും പൊടിയൊക്കെ അടിച്ചു കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ്. നമുക്ക് കാണിച്ചു തരാം, നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ കാണിച്ചു. ഇത് റണ്ണർ റൈസർ. ഇതിപ്പോൾ നിങ്ങൾക്ക് ഫെമിലിയർ ആവില്ല, നമുക്കിത് ആക്ച്വൽ പ്രോസസ്സ് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. റണ്ണർ റൈസർ എന്തിനാണ് ഈ റണ്ണർ റൈസർ എന്നുള്ളത് അപ്പം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഇത് ഡ്രോ സ്പൈക്ക് പാറ്റേൺ ഞാൻ സ്റ്റെപ്പ്ഡ് പുള്ളി പാറ്റേൺ അല്ലെങ്കിൽ ഡംബലിൻ്റെ പാറ്റേൺ അതിലെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ്. എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അതിൻ്റെ ഓപ്പറേഷനിൽ പഠിക്കാം. ഓക്കെ, നമുക്കത് എങ്ങനെയാണ് മോൾഡിംഗ് ബോക്സിൽ രണ്ട് പീസുകളിലായിരിക്കും. ഏറ്റവും അടിയിൽ വയ്ക്കുന്ന ബോക്സിന് ബോട്ടം ബോക്സിന് ഡ്രാഗ് ബോക്സ് എന്നാണ് അറിയപ്പെടുക. ബോട്ടത്തിൽ വയ്ക്കുന്ന ബോക്സിന് ഡ്രാഗ് എന്ന് പറയും. ടോപ്പിൽ വയ്ക്കുന്ന ബോക്സിന് കോപ്പ് മീൻ ടോപ്പ് ബോക്സ്. അപ്പൊ ഇതില് ഈ രണ്ട് പാറ്റേണിനും രണ്ട് മോൾഡിംഗ് ബോക്സിനും ലോക്ക് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട് ഇവിടെ. നോക്കുക, ഇതാണ് ഇതിന്റെ ടോപ്പ് ബോക്സിന് ഒരു പ്രൊജക്ഷൻ ഉണ്ടാവും. കറസ്പോണ്ടിങ് ഒരു ഫീമെയിൽ പാർട്ട് ഈ ഡ്രാഗ് ബോക്സിൽ ഉണ്ടാവും. അതിലിത് ഇൻസർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് മാച്ചായി, രണ്ടും മാച്ചായി. ഓക്കെ, രണ്ടും മാച്ചായി. ഇനി നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ആദ്യം ഈ ബോട്ടം ഡ്രാഗ് ബോക്സിൽ നമ്മുടെ ഡംബൽ പാറ്റേണിന്റെ പിന്നില്ലാത്ത ഇതിൽ ഡംബൽ രണ്ടും ഒരേ ലെവലിൽ നിൽക്കാൻ വേണ്ടി ഇതിൽ രണ്ടിലും ഓരോ പിന്ന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് പിന്നിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ പാറ്റേണിൽ രണ്ട് ചെറിയ ഹോൾ ഉണ്ടാവും. ഡബൽ പിൻ എന്നാണ് ഇതിന് പറയാം. അത് രണ്ടും കൂടി ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡംബലായി. അപ്പൊ ഇതിൽ ഈ പിന്നില്ലാത്ത ഭാഗത്തിന് സ്പ്ലിറ്റ് പാറ്റേൺ, ഡംബലിന്റെ സ്പ്ലിറ്റ് പാറ്റേണിന്റെ പിന്നില്ലാത്ത ഭാഗത്തിന് ഈ മോൾഡിംഗ് ബോക്സിൽ ആദ്യം ഇങ്ങനെ വെക്കണം. അതിനുശേഷം നമ്മൾ മോൾഡിംഗ് സാൻഡിനെ ഇത് നിറയ്ക്കണം. ഒപ്പം തന്നെ നമുക്ക് റാമർ ഉപയോഗിച്ച് റാം ചെയ്യണം. അപ്പോൾ ഇത് എല്ലാ ഭാഗത്തും നന്നായി റാൻ ചെയ്യണം. എയർ അതിൽ അൺട്രാപ്പ് ചെയ്യാൻ പാടില്ല.
എന്തിനാണ് ഇങ്ങനെ റാഞ്ചിന് ചോദിച്ചാൽ പാറ്റേൺ കൃത്യമായിട്ട് നമുക്ക് അതിൻ്റെ ഇമ്പ്രഷൻ അതിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ റാൻ ചെയ്യുന്നത്. ഈ റാൻ ചെയ്തില്ലാന്നുണ്ടെങ്കിൽ ചില ഭാഗത്ത് പൊളിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്, ഇമ്പ്രഷൻ ശരിയായിട്ട് കിട്ടില്ല. നിങ്ങൾ ചെറുപ്പകാലത്ത് കടൽ കാണാൻ പോയിട്ട് കാലൊക്കെ വെച്ചിട്ട് മണലിൻ്റെ ഉള്ളിൽ ഇതുണ്ടാക്കും, ഗോൾഡ് ഉണ്ടാക്കും. അതിൻ്റെ ഒരു എക്സാമ്പിളാണിത്. അപ്പോൾ കാലൊക്കെ വെച്ച് മണലൊക്കെ നിറച്ച് നമ്മൾ കാല് ഊരിയിരിക്കുമ്പോൾ ഒരു കാലിൻ്റെ ഷേപ്പ് അതിൻ്റെ ഉള്ളിലുണ്ടാവും. അപ്പോൾ അതിൽ മെറ്റൽ ഉരുക്കിയിട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ കാലിൻ്റെ ഷേപ്പ് കിട്ടും. സെയിം പ്രോസസ്സ് തന്നെയാണ്. നന്നായിട്ട് കറക്റ്റാൻ ലെവലില്ല. ഇത് നമുക്ക് അതിൻ്റെ എഡ്ജിൽ കറക്റ്റായിട്ട് റാൻ ചെയ്യാം. മോൾഡിംഗ് ബോക്സിന് കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വുഡൻ പീസാണ്. അപ്പോൾ ഏകദേശം ലെവലായി കഴിഞ്ഞാൽ നമുക്ക് ലെവലാവും. ഈ ലെവലർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിനെ ലെവൽ ചെയ്യാം. നമുക്ക് ട്രാവൽ ഉപയോഗിച്ചിട്ട് അത്യാവശ്യം മേശപ്പണിയൊക്കെ പഠിക്കാം. ഇതിൽ നമുക്ക് ഇതിൻ്റെ വെള്ളം ഈ മണലിലെ മോൾഡിങ് സാൻഡ് എന്ന് പറയാം. ഈ മോൾഡിങ് സാൻഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിക്കണം. അപ്പോൾ ഇത് മോൾഡിങ് സാൻഡ് എങ്ങനെ ഉണ്ടാക്കാന്നുള്ളതൊക്കെ വേണമെങ്കിൽ നെറ്റിൽ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ പബ്ലിക് ഡീറ്റെയിൽസ് കിട്ടും. അതിന് കുറേയധികം പ്രോപ്പർട്ടീസ് ഉണ്ട്. അതൊക്കെ ഇപ്പോൾ പറയാൻ കൂടുതൽ സമയം എടുക്കും. അപ്പോൾ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോൾഡിങ് സാൻഡ്, ഹൗ ടു പ്രിപ്പയർ മോൾഡിങ് സാൻഡ് എടുത്തതിൽ എന്തെല്ലാം കണ്ടന്റ് ഉണ്ടായിരിക്കും, എങ്ങനെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റും. അത് നമ്മൾ എല്ലാ ഭാഗം ക്ലീനാക്കി ഇത് അത് ചിലപ്പോൾ കൂടുതലായതുകൊണ്ട് ഇതത് ലൂസാവുകയാണ്. അങ്ങനെ എടുത്ത് മറച്ചു വയ്ക്കണം. പറഞ്ഞല്ലേ ഡംബലിൻ്റെ പകുതി പോർഷൻ, ഹാഫ് പോർഷൻ നമ്മൾ ഡ്രാഗ് ബോക്സിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ആ ബോക്സ് മറിക്കാൻ പോവുകയാണ്. പല ഓക്കെ. അപ്പോൾ നമുക്ക് നമ്മുടെ ഡംബൽ, ഇതാണ് നമ്മുടെ ഡംബലിൻ്റെ ഹാഫ് പോർഷൻ. ഇനി നമുക്കിത് വേണമെങ്കിൽ ഈസി ആയിട്ട് ഹാഫ് പോർഷൻ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇത് എളുപ്പത്തിൽ റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവാം, എന്തുകൊണ്ടാണ് രണ്ടും കൂടി ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഉടനെ മോൾഡ് ചെയ്ത് വിടുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കുക, ഈ കർവ് ഷേപ്പിലൊക്കെ മണൽ ഒക്യുപ്പൈ ചെയ്യും, മോൾഡിങ് സാൻഡ് ഒക്യുപ്പൈ ചെയ്യും. അപ്പോൾ ഇത് ഊരിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് പാറ്റേൺ രണ്ട് സ്പ്ലിറ്റായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത്. ചില മോഡൽസ് നമുക്ക് 3 സ്പ്ലിറ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഉദാഹരണത്തിന് നമ്മൾ വെള്ളം കോരുന്ന കപ്പി, പുള്ളി, അത് 2 സ്പ്ലിറ്റിൽ പറ്റില്ല. അതിന് 3 പീസുകളുണ്ടായിരിക്കും. പാറ്റേൺ 3 പീസുകളുണ്ടായിരിക്കും. അപ്പോൾ ഡംബലിൻ്റെ കേസിൽ 2 സ്പ്ലിറ്റുകളാണ്. അപ്പോൾ ഇനി ഈ ഒരു സ്പ്ലിറ്റ്, ഇനി അടുത്ത സ്പ്ലിറ്റ് നമ്മൾ ഇതിനോട് ചേർത്ത് വെച്ചു. അത് വെക്കുന്നതിന് മുമ്പ് നമ്മളിപ്പോൾ ഈ ബോക്സ് വെക്കുമ്പോൾ ബോക്സിൻ്റെ ലോക്കിംഗ് ഉണ്ട്, ഈ ലോക്കിങ്ങിൽ കറക്റ്റായിട്ട് വെച്ചു, മാച്ചായി. ഇനി ഇത് നമുക്ക് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ബോക്സ് കൊണ്ട് എടുത്ത് മാറ്റണം. അപ്പോൾ അതിലത്തെ മണലൊന്നും ഇതിൽ വീഴാൻ പാടില്ല, അതിന് ഇത് ചേരാൻ പാടില്ല. അപ്പോൾ അതിനുകൊണ്ട് പാർട്ടിങ് സാൻഡ് ബദലി കൊടുക്കണം. ഇത് എക്സാമ്പിൾ വരാണെന്നുണ്ടെങ്കിൽ നമ്മൾ പുട്ടുണ്ടാക്കുമ്പോൾ നാളികേരം ഇടില്ലേ,
പുട്ടുണ്ടാക്കുമ്പോൾ നാളികേരം എന്തിനാ? അത് ഓരോ കഷ്ണങ്ങളായിട്ട് വേർതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഒരു പർപ്പസ് തന്നെയാണ് ഈ പാർക്കിംഗ് സാൻഡിലും നടക്കുന്നത്. ഇത് റിവർ സാൻഡാണ്. സാധാരണ പാർക്കിംഗ് സാൻഡ് ഉണ്ടെന്ന് ഒരു സാധനം ഒരു പൗഡറൊക്കെ വരുന്നുണ്ട്. ഇതാണ് രണ്ടും കൂടി രണ്ട് ബോക്സും കൂടി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാണ്. ഇനി കുറെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളുണ്ട്. ഇത് റണ്ണർ റൈസർ. നമ്മൾ എന്തിനു വേണ്ടിയാണ് ഇത് ഉണ്ടാക്കുന്നത്? ഇതിൻ്റെ മെറ്റൽ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മെറ്റലിനെ മോൾട്ടൻ സ്റ്റേജിലാക്കിയിട്ട് നമ്മളിത് ഒഴിക്കണം. അപ്പോൾ ഇതിന് മണ്ണ് നിറച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയില്ല അതിൻ്റെ ഈ ഹോളിലേക്ക് ക്യാവിറ്റിയിലേക്ക് ഈ സാധനം ഇറങ്ങുന്നോ ഇല്ല എന്നുള്ളത്, എന്തുമാത്രം നിറഞ്ഞൊന്നും അറിയില്ല. അപ്പോൾ റണ്ണർ എന്ന് പറഞ്ഞ സാധനം ഇവിടെ വയ്ക്കും. ആ റണ്ണർ വയ്ക്കുമ്പോൾ ഈ റണ്ണറിലൂടെ പെട്ടെന്ന് ഒഴിക്കുമ്പോൾ ഇതിനുള്ളിലേക്ക് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു സാധനം ഉണ്ടാക്കും. ഗേറ്റ് കട്ട് ചെയ്യും. അത് നമ്മൾ പിന്നീട് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ റണ്ണർ വെക്കണം. റൈസർ നമ്മൾ നേരെ പാറ്റേൻ്റെ മുകളിൽ വയ്ക്കും. ഓക്കെ. അതിന് ശേഷം നമ്മൾ അപ്പോൾ റണ്ണർ പൊസിഷൻ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. കാരണം വെച്ചാൽ ഈക്വൽ ഡിസ്റ്റൻസ് എല്ലായിടത്തേക്കും ഫ്ലോ ചെയ്യുക, എല്ലായിടത്തേക്കും മെറ്റീരിയൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് ഏത് പാറ്റേൺ ആണോ അതിനനുസരിച്ചുള്ള ഒരു പൊസിഷൻ നിങ്ങൾ കണ്ടെത്തണം. എന്നിട്ട് നമുക്കിവിടെ ഈ സെൻറ്ററിലായിട്ട് വയ്ക്കാം. വെച്ച് ഇനി ഇതിന് മോൾഡിങ് സാൻഡ് നിറയ്ക്കാം. റണ്ണർ എന്ന് പറഞ്ഞാൽ അരികെ ഒഴിക്കുക. റൈസർ എന്ന് പറഞ്ഞാൽ ഉയർന്നു വരുന്ന, അതിൽ ക്യാവിറ്റിയിൽ നിറഞ്ഞു കഴിഞ്ഞാൽ അത് പുറത്തേക്ക് അറിയാം. ഓക്കെ, നിറഞ്ഞു അറിയാൻ മതി. നമ്മൾ ഡ്രാഗ് ബോക്സ് ചെയ്ത മാതിരി തന്നെ ഈ കോപ്പ് ബോക്സ് എന്നാ പറയാ. കോപ്പ് മീൻസ് ടോപ്പ് ബോക്സ്. ഡ്രാഗ് മീൻസ് ബോട്ടം ബോക്സിന് ഡ്രാഗ് എന്നും ടോപ്പ് ബോക്സിന് കോപ്പ് എന്നും പറയും. ഇനി 3 പാറ്റേൺ വേണ്ട ചില സന്ദർഭങ്ങളുണ്ട്. ഞാൻ പറഞ്ഞിരുന്നല്ലോ പുള്ളി. അതിന് ഇന്റർമീഡിയറ്റ് ആയിട്ടൊരു ബോക്സ് വയ്ക്കും. ഇന്റർമീഡിയറ്റ് ആയിട്ടൊരു ചെറിയ ബോക്സ് വയ്ക്കും. sangat. Beri dulu ya. ഇതിന്റെ ഇത് നന്നായി
അത് അതിന്റെ ഇട വെച്ചിട്ട് അത് ഗേറ്റിന് മുകളിൽ റിപ്പയറിങ്ങാണ്. അത് വെച്ചിട്ട് ഉള്ളി കട്ട് ചെയ്ത് താഴത്തേക്ക് വീണോട്ടാ കുഴപ്പമില്ല. കോരി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ ഷേപ്പാക്കി മതി. അതിലൂടെയാണ് നമ്മൾ കടിയില്ല ഒഴിക്കേണ്ടത്. ഇതിലൂടെയാണ് മെറ്റീരിയൽ, അതായത് മെറ്റലിനെ മോൾട്ടൺ സ്റ്റൈലാക്കി ഫർണസിലിട്ട് മോൾട്ടൺ സ്റ്റൈലാക്കി ഇതിലൂടെയാണ് ഒഴിക്കുക. ആ ഒഴിക്കുമ്പോൾ അതിൽ ഒരു ക്രൂസിബിൾ എന്നൊരു സാധനമുണ്ട്. ക്രൂസിബിൾ റിഫ്രാക്ടറി മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സാധനമാണ്. ഉദാഹരണത്തിന് നമ്മൾ ഹൈ ടെമ്പറേച്ചർ വിസ്റ്റാൻഡ് ചെയ്യുന്ന മെറ്റീരിയലാണ് റിഫ്രാക്ടറി മെറ്റീരിയൽ. ഉദാഹരണത്തിന് മൺചട്ടി, കലം, ഇതൊക്കെ ഇഷ്ടിക, ഇതൊക്കെ ഹൈ ടെമ്പറേച്ചർ വിസ്റ്റാൻഡ് ചെയ്യുന്ന സാധനം. ക്രൂസിബിൾ അങ്ങനെ ഒരു മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അതിലാണ് ഇപ്പോൾ നമ്മളിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അയണാണെന്ന് വിചാരിക്കുക. 1500 ഡിഗ്രി സെൽഷ്യസിലാണ് അത് മോൾട്ടൺ സ്റ്റേജിലാവുക. അപ്പോൾ അത് ഒഴിക്കണം എന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ടെമ്പറേച്ചർ വിസ്റ്റാൻഡ് ചെയ്യുന്ന മെറ്റീരിയൽ ആയിരിക്കണം. അപ്പോൾ അങ്ങനത്തെ മെറ്റീരിയലിനെയാണ് നമ്മൾ റിഫ്രാക്ടറി മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ വിസ്റ്റാൻഡ് ഹൈ ടെമ്പറേച്ചർ. അപ്പോൾ അങ്ങനത്തെ ക്രൂസിബിളിൽ ആണ് നമ്മൾ ഈ മെറ്റലിനെ നമ്മൾ എടുക്കുന്നത്. അതിന് ശേഷം ഇതിൽ ഒഴിക്കുക ചെയ്യുക. ഇപ്പോൾ ലാഡിൽ എന്നൊരു സാധനമുണ്ട്. ആ ലാഡിൽ അത് പിടിക്കാനുള്ള, ഈ ക്രൂസിബിൾ പിടിക്കാനുള്ള ഒരു ടൂളാണ്. അതിന് ശേഷം ഇതിലൂടെ ഒഴിക്കും. അത് പറഞ്ഞുതരാം. ഇനി നമ്മൾ ഈ റണ്ണറും റൈസറും നമ്മൾ റിമൂവ് ചെയ്തു. ഇപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്താണ്, ഈ 2 ബോക്സിൻ്റെ ഉള്ളിൽ നമ്മുടെ ഡംബലിൻ്റെ 2 പോർഷൻ ഉണ്ട്. 2 കൂടി ചേർത്ത് വെച്ചിട്ടുള്ള ഡംബലിൻ്റെ ഒരു പോർഷൻ അതിൻ്റെ ഉള്ളിലുണ്ട്. ഇനി നമ്മൾ ഈ ബോക്സിനെ നമ്മൾ തിരിച്ചു വയ്ക്കാൻ പോവുകയാണ്. ഒരു മിനിറ്റ് മെല്ലെ ഞാൻ അത് ചിലപ്പോൾ അതിന് ഉള്ളിൽ വരും. വേണ്ട മെറ്റലോട്ട് ബോക്സ് അവിടെ ഇരിക്കുക. പൊസിഷനാണ് കാണുന്നത്. അത് ഡംബലിൻ്റെ ഒരു ഹാഫ് പോർഷൻ ഉണ്ട്. ഇപ്പോൾ ബോട്ടം ബോക്സിൽ ഹാഫ് പോർഷൻ ഉണ്ട്. ഇനി നമ്മൾ ഈ റണ്ണർ വെച്ചൊരു ഇമ്പ്രഷനാണ് ഈ കാണുന്നത്. അപ്പം ഇപ്പോൾ ഇവിടെ ഇതിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിൽക്കുള്ളൂ. അപ്പോൾ ഈ പാറ്റേണിൻ്റെ ഉള്ളിലേക്ക് എത്തണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗേറ്റ് എന്നൊരു സാധനം കട്ട് ചെയ്യണം. ഒരു വഴി ഉണ്ടാക്കി കൊടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള സാധനമാണ് ഇത്, ഗേറ്റ് കട്ടിങ്, ഈ ട്രയാങ്കുലർ ഷേപ്പിൽ. അപ്പോൾ എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ഓപ്പണിങ് വളരെ ചെറിയതായിരിക്കണം. വലിയ ഹോളാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ മെറ്റീരിയൽ ഇതിൻ്റെ ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ എയർ അതിൻ്റെ ഉള്ളിൽ എൻട്രാപ്പ് ചെയ്യും. എയർ എൻട്രാപ്പ് ചെയ്യുമ്പോൾ നമ്മൾ കിട്ടുന്ന പ്രോഡക്റ്റിൻ്റെ ഉള്ളിൽ ബ്ലോ ഹോളുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ചെറിയൊരു പാസേജ് ഉണ്ടാകാൻ പാടില്ല. അതിൽ സ്ലോ ആയിട്ട് മെറ്റീരിയൽ അതിലേക്ക് ഒഴുകണം. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് നമ്മളൊരു ഷേപ്പ് ഉണ്ടാക്കിയിരിക്കും. ആ മെറ്റീരിയലിനെ അവിടെ നിന്ന് റിമൂവ് ചെയ്യും. സാധനം അതിന് പ്രത്യേകത എന്താ വെച്ചാൽ ഇതിനൊരു സ്ലോപ്പ് ഉണ്ടാക്കി കൊടുക്കണം. ഇത് ഒഴിക്കുന്ന ഭാഗത്ത് ഒരു കുഴി കൂടുതൽ വേണം, മുകളിലേക്ക് ടാപ്പറായിട്ട് കൊടുക്കണം. അപ്പോൾ സ്ലോ ആയിട്ട് മെറ്റീരിയൽ ഫ്ലോ ചെയ്യുള്ളൂ. അപ്പം അതിന് ഈ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് ടൂളാണിത്. ലിഫ്റ്റർ എന്നൊക്കെ പറയുന്നത്, ലിഫ്റ്റർ.
ഇനി നമുക്ക് ഈ പാറ്റേൺ ഇതിൽ നിന്ന് എടുക്കണം. അതിനു മുമ്പ് ഇത് ബ്ലോവർ ഉപയോഗിച്ചുകൊണ്ട് ഈ പൊടിയൊക്കെ ഒന്ന് തട്ടിക്കളയാം. അല്ലെങ്കിൽ അതിലൂടെ മെറ്റീരിയലൊക്കെ ഒഴുകി പോകാൻ സാധ്യതയുണ്ട്. ഒന്ന് വൃത്തിയാക്കി എടുക്കുക രണ്ട് ഭാഗം. അതിനുശേഷം നമുക്ക് ഇതിലെ വേറൊരു കാര്യം ചെയ്യേണ്ടതുണ്ട്. ഇതിനുള്ളിൽ മെറ്റീരിയൽ ഒഴിക്കുന്ന സമയത്ത് എയർ എൻട്രാപ്പ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കുറേ ഹോൾസൊക്കെ അങ്ങനെ വെൻറ്റ് ഹോൾ പ്രൊവൈഡ് ചെയ്യണം. വെൻറ്റ് ഹോൾസ് പ്രൊവൈഡ് ചെയ്യും. കുറേയധികം വെൻറ്റ് ഹോൾസ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ എന്തെങ്കിലും എയർ ട്രാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അതിൽ കൂടി പോയിക്കോളും. കാരണം ഇത് പോറസാണ്. ഈ മോൾഡിങ് സാൻഡ് എന്ന് പറഞ്ഞാൽ ഫോറസ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിൽ കൂടെ ഒക്കെ പാസേജ് ഉണ്ടാവും, അതിലൂടെ പോയി ഉണ്ടായിരിക്കും. ഇത് ഈ ഡ്രോസ് പൈപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പാറ്റേണിനെ നമ്മൾ എടുക്കുന്നത്. നോക്കുക, ഡമ്പലിൻ്റെ ഒരു ഹാഫ് പോർഷൻ, ഹാഫ് ഇംപ്രഷൻ നമുക്ക് ഇതിൽ കിട്ടിക്കഴിഞ്ഞു. ക്യാവിറ്റി ഇതിൻ്റെ ഇത് ഉപയോഗിച്ച് നമുക്കിതിന് ചില ഭാഗം പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ അവിടെ സാൻഡൊക്കെ ഫില്ല് ചെയ്ത് മെയിൻ്റെനൻസ് നടത്താം. അതിന് മോൾഡ് മെയിൻ്റെനൻസ് എന്നാ പറയുക. ഇവിടെ നോക്കുക, അതാണ് പാസേജ് ഗേറ്റ്. ഇതിൽ മെറ്റീരിയൽ ഒഴിക്കുക, അതിലേക്ക് മെല്ലെ ഫ്ലോ ചെയ്യും, രണ്ട് സൈഡും ഫില്ലാവും. ഇനി കഴിഞ്ഞിട്ടില്ല. ഓക്കെ, ഇപ്പോൾ രണ്ട് ഇംപ്രഷനായി. ഇതൊരു ഹാഫ് പോർഷൻ, ഇതൊരു ഹാഫ് പോർഷൻ. നമുക്ക് നമ്മൾ ബോക്സിലത്തെ പാറ്റേൺ നമ്മൾ റിമൂവ് ചെയ്തു. രണ്ട് ഹാഫ് സ്പ്ലിറ്റ് പാറ്റേണുകൾ റിമൂവ് ചെയ്തു. ഇവിടെ ഗേറ്റ് കട്ട് ചെയ്തു. ഗേറ്റിലൂടെയാണ് നമ്മൾ ഗേറ്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹോള് ഇതിലൂടെയാണ് നമ്മൾ മെറ്റീരിയലിനെ ഒഴിക്കുന്നത്. ഇതിൽ മെറ്റീരിയൽ ഫില്ലായി കഴിഞ്ഞാൽ റൈസറിലൂടെ പുറത്തേക്ക് ഒഴുകി വരും. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ബോക്സ് രണ്ടും വീണ്ടും മറിച്ച് വെച്ചാൽ രണ്ടും കൂടി ചേർത്ത് വയ്ക്കുകയാണ്, അലൈൻമെൻ്റ് ആക്കിയിട്ട് വയ്ക്കുകയാണ്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, ഈ ബോക്സിൻ്റെ രണ്ട് ബോക്സും കൂടി ചേർത്ത് വെച്ചപ്പോൾ അതിനുള്ളിൽ ഡമ്പലിൻ്റെ ഒരു ക്യാവിറ്റി അതിനുള്ളിലുണ്ട്. ഇനി വോൾട്ടൺ മെറ്റലിനെ ഇവിടെ ഒഴിച്ചു കഴിഞ്ഞാൽ അതിൽ ഫുള്ളാവും. തണുത്ത് കഴിഞ്ഞാൽ നമുക്കത് വീണ്ടും പാറ്റേണെ പൊട്ടിച്ചുകളെ എടുത്ത് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഒറിജിനൽ ഒരു സോളിഡ് ഡമ്പൽ നമുക്ക് കിട്ടും. അപ്പോൾ അത് നമ്മൾ ചെയ്യാൻ പോവാണ്. ഇതിനുള്ളിൽ ഈ രണ്ട് ബോക്സും കൂടി ചേർത്ത് വെച്ചപ്പോൾ നമുക്ക് ഇതിനുള്ളിൽ ഡമ്പലിൻ്റെ ഒരു ക്യാവിറ്റി ഉണ്ട്. ഇനി ഈ റണ്ണർ നമ്മൾ മുന്നിട്ടാണ് ഈ ഹോള് റണ്ണർ. ഈ ഹോളിലൂടെ നമ്മൾ മെറ്റീരിയലിനെ ഒഴിക്കും. അപ്പോൾ ആ ഒഴിക്കുന്ന മെറ്റീരിയൽ എവിടെ നിന്ന് ചെല്ലും? നമ്മൾ ഗേറ്റ് കട്ട് ചെയ്തിട്ടുണ്ട്, ആ ഗേറ്റിലേക്ക് മെറ്റീരിയൽ ഫ്ലോ ചെയ്യും. അതിനുശേഷം ആ ഗേറ്റിൽ നിന്ന് മെല്ലെ ചെറിയൊരു ഓപ്പണിങ്ങിൽ ആ ക്യാവിറ്റിയിലേക്ക് കുറേശ്ശായിട്ട് ഒഴുകും. അങ്ങനെ നിറഞ്ഞു കഴിഞ്ഞാൽ ഈ റൈസർ ഹോളിലൂടെ മെറ്റീരിയൽ വരും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാതിൻ്റെ ക്യാവിറ്റി ഫുള്ളായി എന്നുള്ളത്. അപ്പോൾ അതിനിടയിലുള്ള ഈ മെറ്റീരിയൽ ഒഴിക്കുന്ന സമയത്ത് എയർ എൻട്രാപ്പ് ചെയ്യണ എയറിനെ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിൽ കുറേ ഹോൾസൊക്കെ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അതിനുശേഷം ഇനി നമുക്ക് ഈ തണുത്ത് കഴിഞ്ഞാൽ ഈ മോൾഡ് പൊട്ടിച്ചിട്ട് മണലിനൊക്കെ റിമൂവ് ചെയ്യുക. അങ്ങനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനുള്ള ഡമ്പലിൻ്റെ ഒരു ഒറിജിനൽ ഫോം ആയിട്ടുണ്ടാവും. ഇത്രയാണ് മോൾഡിങ്. ഇതന്നെ എല്ലാ പ്രോഡക്റ്റുകളും മോൾഡ് ചെയ്യുന്നത് ഇങ്ങനെ തന്നെയാണ്, കാസ്റ്റിംഗ്. അപ്പോൾ സാധാരണ നമ്മൾ ചെറിയ ഒരു സിമെട്രിക്കൽ ആണെങ്കിൽ നമുക്ക് നേർ പകുതി ആക്കിയിട്ട് മുറിച്ച് നമുക്ക് സ്പ്ലിറ്റ് പാറ്റേൺ ഉണ്ടാക്കാം. ഇപ്പോൾ ഒരു സോളിഡ് ഉണ്ടാക്കണം എന്ന് വിചാരിക്കുക, സോളിഡായിട്ട് ഒരു ക്യൂബ് ഉണ്ടാക്കണം.
ക്യൂബ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പ്ലിറ്റ് ഒന്നും വേണമെന്നില്ല, അങ്ങനെ തന്നെ ക്യൂബ് വെച്ച് നമുക്ക് ക്യൂബിൽ ഉണ്ടാക്കിയെടുക്കാം. ക്യൂബ് നമുക്ക് എളുപ്പത്തിൽ ഊരിയെടുക്കാൻ പറ്റും. അതുമാതിരി സിലിണ്ടർ, അത് ഈ കോറുഗേറ്റ് ആയിട്ടുള്ള ഷേപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സ്പ്ലിറ്റ് പാറ്റേൺ ആവശ്യമുണ്ടാക്കാം. ഓക്കെ.